ശാന്തൻപാറ ചേരിയാർ പള്ളിക്കുന്ന് റോഡിന്റെ നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങി. മുൻപുണ്ടായിരുന്ന റോഡ് കുത്തിപ്പൊളിച്ചിട്ടതോടെ റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമാണ്. വേനൽമഴ എത്തിയതോടെ ചെളി നിറഞ്ഞ റോഡിൽ ഇരുചക്ര വാഹനങ്ങൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടത്തിൽപ്പെടുന്നതും പതിവ് കാഴ്ച. ഒരു പതിറ്റാണ്ട് കാലമായി തകർന്നു കിടന്ന ചേരിയാർ പള്ളിക്കുന്ന് റോഡിന് 2.5 വർഷം മുൻപ് PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3.25 കോടി രൂപ അനുവദിച്ചപ്പോൾ ഏറെ ആഹ്ലാദിച്ച നാട്ടുകാർ ഇങ്ങനെ ഒരു ചതി പ്രതീക്ഷിച്ചില്ല. 2.5 വർഷം മുൻപ് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ച റോഡിന്റെ നിർമ്മാണം എങ്ങും എത്തിയില്ല. ഉണ്ടായിരുന്ന റോഡ് പൂർണ്ണമായും കരാറുകാരൻ കുത്തിപ്പൊളിച്ചിട്ടതോടെ പള്ളിക്കുന്ന് ചേരിയാർ നിവാസികൾ ഒറ്റപ്പെട്ട അവസ്ഥയിലായി. കാൽനട യാത്ര പോലും ദുഷ്കരമായ അവസ്ഥ. പൊടി തിന്നും ചെളിക്കുണ്ടിൽ വീണും ദുരിത ജീവിതമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. നമ്മൾ ഗതാഗതമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ ഇത്രയായിട്ട് ഏതാണ്ട് 3 വർഷക്കാലമായി. 3 വർഷത്തിനുള്ളിൽ ഇതിന്റെ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടും അതേപോലെ ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് ഇതെല്ലാം നമ്മളിവിടെ ആവശ്യപ്പെട്ട് ഫണ്ട് കുറേ അനുവദിക്കുകയും ആ അനുവദിച്ച ഫണ്ട് വന്ന് ഏതാണ്ട് പണി തുടങ്ങേണ്ട ഒരു സ്റ്റേജായി കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ MP ഫണ്ടിൽ നിന്ന് PMGSYയുടെ വർക്കാണ് എന്നും പറഞ്ഞുകൊണ്ട് അവരൊന്ന് അളവൊക്കെ എടുത്തുകൊണ്ട് പോയി അവരുടെ ഫണ്ടിലേക്ക് മാറ്റിക്കൊണ്ട് 3,80,00,000 രൂപ ഈ റോഡിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളതാണ്. അതിനകത്ത് 5 വർഷത്തെ ഗ്യാരണ്ടി കൂട്ടിയാണ് ഈ വർക്ക് പറഞ്ഞേക്കുന്നത്. നമ്മുടെ കോൺട്രാക്ട് എടുത്തിട്ട് ഇപ്പോൾ 2 വർഷത്തോളം ആകുന്നു. 1 വർഷമായിട്ട് പണി തുടങ്ങി വെച്ചിട്ടുണ്ട്. 1 വർഷമായിട്ട് പണി തുടങ്ങിയെങ്കിലും ഒരു വർക്കുകളും നേരെ ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നതോ അതല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന്മാർ പറയുന്നതോ ഒരു വർക്കുകളും ഈ കോൺട്രാക്ട് നേരെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പോരായ്മ. 4 കിലോമീറ്ററോളം ദൂരമുള്ള റോഡിന് 5 വർഷത്തേക്ക് അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെയാണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. എസ്റ്റിമേറ്റിൽ ഇല്ലാത്ത കലുങ്ക് നിർമ്മിക്കാനാവില്ലെന്നാരോപിച്ച് കരാറുകാരൻ ആദ്യം നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകിപ്പിച്ചു. ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചപ്പോൾ പള്ളിക്കുന്നിലെ ഉൾപ്പെടെയുള്ള വൈദ്യുതി പോസ്റ്റുകളും ശുദ്ധജല വിതരണ പൈപ്പുകളും മാറ്റിയില്ലെന്ന കാരണം പറഞ്ഞ് വീണ്ടും നിർമ്മാണം പ്രതിസന്ധിയിലാക്കി. വിവിധ വകുപ്പുകൾ തമ്മിലുണ്ടായിരുന്ന തർക്കങ്ങളെല്ലാം പരിഹരിക്കുകയും ചെയ്തതോടെ കഴിഞ്ഞ മാസം ആദ്യം വീണ്ടും റോഡ് നിർമ്മാണം പുനരാരംഭിച്ചു. പള്ളിക്കുന്ന് ടൗണിൽ ഉൾപ്പെടെ റോഡിന്റെ അലൈൻമെന്റിൽ മാറ്റം വരുത്തുന്നതിനായി മണ്ണെടുത്തു മാറ്റി. എന്നാൽ അതിനുശേഷം കരാറുകാരൻ വീണ്ടും പണി നിർത്തിവെച്ചു. വാഹനയാത്ര ദുഷ്കരമായത് കൂടാതെ പൊടിശല്യം മൂലം റോഡിന്റെ ഇരുഭാഗങ്ങളിലുമുള്ള വീടുകളിൽ താമസിക്കുന്നവരും വ്യാപാരികളും ഏറെ ബുദ്ധിമുട്ടിലാണെന്നും നാട്ടുകാർ പറയുന്നു. ഇവിടെ മണ്ണെടുത്ത് അതിൻ്റെ ചുറ്റുപാടെല്ലാം യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എല്ലാം കുളമാക്കിയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ കണ്ടാലറിയാം, ഒരു യാത്ര നടന്നു പോകാൻ പോലും ആൾക്കാർക്ക് പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇവിടെ കടകളിലെല്ലാം പൊടിപടലങ്ങൾ കൊണ്ട് ഞങ്ങളെല്ലാം പൊറുതിമുട്ടി. എല്ലാവരും മാസ്ക് വെച്ച് ദുരിതം അനുഭവിക്കുകയാണ്. ഇപ്പോൾ ദുരിതം അനുഭവിക്കുന്ന പറഞ്ഞാൽ ഞങ്ങൾക്ക് കട തുറക്കാതിരിക്കാൻ പറ്റില്ല. ഞാനൊരു റേഷൻ കട നടത്തുന്ന ഒരാളാണ്. റേഷൻ കടയിൽ വരുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ട്, എനിക്കും ബുദ്ധിമുട്ട്. കടയിലേക്ക് പോകുന്ന വഴി മണ്ണ് താത്തി 1 മീറ്ററോളം മണ്ണ് താത്തിയതിന് ശേഷം ഇപ്പം അങ്ങോട്ട് കടയിലേക്ക് കയറാനും പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എത്രയും വേഗം ഈ റോഡിൻ്റെ വർക്ക് തീർത്ത് ഞങ്ങൾക്ക് ഈ സ്കൂൾ തുറക്കുമ്പോഴത്തേക്കും വണ്ടി ഓടാനും ഞങ്ങളുടെ ജനങ്ങളുടെ എല്ലാം ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് ഒഴിവാക്കി തരണമെന്ന് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികളോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. വേനൽമഴ എത്തിയതോടെ ചെളി നിറഞ്ഞ റോഡിൽ ഇരുചക്ര വാഹനങ്ങൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടത്തിൽപ്പെടുന്നതും പതിവായിരിക്കുകയാണ്.